നമസ്കാരം. 1.6 mm തിക്നെസ്സുള്ള അലൂമിനിയം ഷീറ്റിൽ ഫ്ലാറ്റ് പൊസിഷനിൽ GTAW അതായത് ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ച് സ്ക്വയർ ബട്ട് ജോയിൻറ്റ് എങ്ങനെ നിർമ്മിക്കാം എന്ന് ഈ സെഷനിൽ നമുക്ക് നോക്കാം. സെഷനിലേക്ക് സ്വാഗതം. ലക്ഷ്യങ്ങൾ. നമുക്ക് ഈ സെഷൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാനാകും. ഡ്രോയിങ് അനുസരിച്ച് ജോബ് തയ്യാറാക്കുക. റൂട്ട് ക്യാപ്പ്, ടാക്ക് വെൽഡ് എന്നിവ സെറ്റ് ചെയ്യുക. TIG വെൽഡിംഗ് പ്രക്രിയ ഉപയോഗിച്ച് 1.6 mm കട്ടിയുള്ള അലൂമിനിയം ഷീറ്റിൽ സ്ക്വയർ ബട്ട് ജോയിൻറ്റ് വെൽഡ് ചെയ്യുക. ഫില്ലറ്റ് ആൻഡ് ഗ്രൂ വെൽഡ് ചെയ്യാൻ താഴെ പറയുന്ന 4 അടിസ്ഥാന പൊസിഷനുകൾ ശ്രദ്ധിക്കുക. ഫ്ലാറ്റ്, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഓവർഹെഡ്. ഫ്ലാറ്റ് വെൽഡിംഗ് പൊസിഷൻ 1G 1F. ഹൊറിസോണ്ടൽ വെൽഡിംഗ് പൊസിഷൻ 2G 2F. വെർട്ടിക്കൽ വെൽഡിംഗ് പൊസിഷൻ 3G 3F. ഓവർഹെഡ് വെൽഡിംഗ് പൊസിഷൻ 4G 4F. ഇനി വെൽഡിംഗ് എക്സസൈസിനായി ആദ്യം നമുക്ക് വെൽഡിങ്ങിന് ആവശ്യമായ അലൂമിനിയം ഷീറ്റുകൾ തയ്യാറാക്കാം. സുരക്ഷാ വസ്ത്രം ധരിക്കുക. ഹെൽമറ്റ്, ആപ്രൺ, ഗ്ലൗസ്, ട്രൗസേഴ്സ്, ബൂട്ട്സ്. സ്റ്റീൽ റൂളും വെർനിയർ കാലിപ്പറും ഉപയോഗിച്ച് അസംസ്കൃത വസ്തുക്കളുടെ സൈസ് പരിശോധിക്കുക. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് വർക്ക് പീസുകൾ ആവശ്യമായ സൈസിൽ മാർക്ക് ചെയ്യുക. അധിക മെറ്റീരിയൽ 3 mm കൂടുതലാണെങ്കിൽ ഹാക്സോ ഉപയോഗിച്ച് അധിക മെറ്റീരിയൽ നീക്കം ചെയ്യുക. ബാസ്റ്റാർഡ് സ്മൂത്ത് ഫയൽസ് ഉപയോഗിച്ച് അസംസ്കൃത വസ്തുക്കൾ ഫയൽ ചെയ്തുകൊണ്ട് ജോബിൻ്റെ അഗ്രങ്ങൾ തയ്യാറാക്കുക. ഡ്രോയിങ് അനുസരിച്ച് ജോബിൻ്റെ അളവുകൾ ഉറപ്പാക്കുക. സർഫസ് ക്ലീനിങ്ങിനായി സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിക്കുക. സ്ക്വയർ ബട്ട് രൂപപ്പെടുത്തുന്നതിന് വർക്ക് പീസ് അലൈൻ ചെയ്യുക. വെൽഡിംഗ് സമയത്ത് പെനിട്രേഷൻ ബീഡിനെ പിന്തുണയ്ക്കുന്നതിന് അടിവശം ഒരു താൽക്കാലിക പിൻഭാഗം നൽകണം. 2.4 mm വ്യാസമുള്ള സിർക്കോണിയം ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഉപയോഗിക്കേണ്ടതുണ്ട്. അലൂമിനിയത്തിൻ്റെ AC വെൽഡിങ്ങിനായി ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെ ടിപ്പ് ഗ്രൗണ്ട് ആയിരിക്കണം. കറണ്ട് 70 to 100 amperes ആയി സജ്ജമാക്കുക. 8 to 10 mm വലിപ്പമുള്ള നോസിൽ തിരഞ്ഞെടുത്ത്
ആർഗോൺ ഗ്യാസ് ഫ്ലോ റേറ്റ് 10 LPM ആയി സെറ്റ് ചെയ്യുക. 2.4 mm ഫില്ലർ റോഡ് ഉപയോഗിക്കുക. വെൽഡിംഗ് നീളത്തിൽ സാമ്പിളുകൾക്കിടയിൽ 1.5 മില്ലിമീറ്ററിൻ്റെ യൂണിഫോം റൂട്ട് ഗ്യാപ്പ് നിലനിർത്തുന്നതിന് തുല്യമായ ഇടവേളകളിൽ ടാക്ക് വെൽഡ് ചെയ്യുക. ലെഫ്റ്റ് വാർഡ് ടെക്നിക് ഉപയോഗിച്ച് സിംഗിൾ റണ്ണിൽ ഫ്ലാറ്റ് പൊസിഷനിൽ അതായത് 1Gയിൽ ജോയിൻ്റ് വെൽഡ് ചെയ്യുക. ലെഫ്റ്റ് വാർഡ് ടെക്നിക്കിൽ വെൽഡിംഗ് വലതുവശത്തു നിന്ന് ആരംഭിച്ച് ഇടതുവശത്തേക്ക് പോകുന്നു. ടോർച്ചിൻ്റെ ബ്ലോ പൈപ്പ് ഫില്ലർ റോഡിനെ പിന്തുടരുകയും ഫ്ലെയിം ഇൻകംപ്ലീറ്റ് വെൽഡിന് നേരെ പോവുകയും ചെയ്യുന്നു. ഈ ടെക്നിക്കിൽ ബ്ലോ പൈപ്പ് പ്ലേറ്റുമായി 60 ഡിഗ്രി ടു 70 ഡിഗ്രി ആംഗിൾ സൃഷ്ടിക്കുന്നു. ഫില്ലർ റോഡ് 30 ഡിഗ്രി ടു 40 ഡിഗ്രി ആംഗിളിൽ പിടിക്കുന്നു. ഫ്ലെയിമിന് ഒരു വൃത്താകൃതിയിലുള്ള ചലനം നൽകുകയും ഒരു മോൾട്ടൺ പൂൾ ലഭിക്കുന്നതുവരെ ജോയിൻറ്റിൽ പ്ലേ ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് വെൽഡിംഗ് തുടരുന്നു. അതേസമയം റോഡ് നേർരേഖയിൽ നീങ്ങുന്നു. വെൽഡിങ്ങിലുടനീളം യൂണിഫോം ഷോർട്ട് ആർക്ക് നിലനിർത്തുന്നു. ക്രേറ്റർ നികത്തുമ്പോൾ എൻ ക്രേറ്റർ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. വെൽഡ് ഏരിയ നന്നായി വൃത്തിയാക്കുക. ജോബിൽ ഡിഫക്റ്റുകൾ ഇല്ല എന്ന് പരിശോധിക്കുക. ഒരിക്കൽ കൂടി നോക്കാം. നമ്മൾ ഇവയൊക്കെ പഠിച്ചു. ഡ്രോയിങ് അനുസരിച്ച് ജോബ് തയ്യാറാക്കുക, റൂട്ട് ഗ്യാപ്പ്, ടാക്ക് വെൽഡ് എന്നിവ സെറ്റ് ചെയ്യുക, TIG വെൽഡിംഗ് പ്രക്രിയ ഉപയോഗിച്ച് 3 mm കട്ടിയുള്ള അലൂമിനിയം ഷീറ്റിൽ സ്ക്വയർ ബട്ട് ജോയിൻറ്റ് വെൽഡ് ചെയ്യുക. 1.6 mm തിക്നെസ്സുള്ള അലൂമിനിയം ഷീറ്റിൽ ഫ്ലാറ്റ് പൊസിഷനിൽ GTAW അതായത് ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ച് സ്ക്വയർ ബട്ട് ജോയിൻറ്റ് എങ്ങനെ നിർമ്മിക്കാം എന്നാണ് നാം ഈ സെഷനിൽ ചർച്ച ചെയ്തത്. അടുത്ത സെഷനിൽ കാണാം.